എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 12-ഉം 18-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ 12-ഉം 18-ഉം. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന് മുൻപാകെ കൊണ്ടുചെന്നു. 18-ാം വാക്യം. പൗലോസ് പിന്നെയും കുറേ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിൽ എത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി പ്രവർത്തനങ്ങളിൽ നേരിട്ട അനുഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ സഭയുടെ വളർച്ചയും ഗുണപരമായ ദൈവിക ഇടപെടലുമൊക്കെയാണ് ഈ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പീഡനവും സാക്ഷ്യവുമുള്ള ജീവിതം, അതാണ് 12-ാം വാക്യം. യഹൂദന്മാർ ഒരുമനപ്പെട്ട് പൗലോസിന് നേരെ എഴുന്നേറ്റു. ഈ പീഡനം ഒരിക്കലായി ഉണ്ടായി അവസാനിക്കുന്നില്ല, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കൊരിന്തിൽ പൗലോസിന് എതിർപ്പുണ്ടായിട്ടുണ്ട്. സിനഗോഗ് വിട്ട് വീടുകളിലേക്കും വിജാതീയരിലേക്കും തിരിയുവാൻ കാരണം തന്നെ അതായിരുന്നു. ഗല്ലിയോൻ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാരുടെ സംഘടിത എതിർപ്പ് ഉണ്ടായി. നിഷ്പക്ഷമതിയായ ഭരണാധികാരിയായിരുന്നു ഗല്ലിയോൻ. വചനത്തെയും ന്യായപ്രമാണത്തെയും സംബന്ധിച്ച തർക്കസംഗതികളാകൊണ്ട് അത് കൈകാര്യം ചെയ്യുവാൻ അവൻ താല്പര്യപ്പെട്ടില്ല. യഹൂദന്മാരുടെ സംഘടിത സ്വാധീനത്തിൽ അവൻ വീണില്ല എന്ന് മാത്രമല്ല, അവൻ്റെ നിലപാട് സുവിശേഷത്തിന് സഹായകരമായിരുന്നു. റോമ സാമ്രാജ്യത്തെ ആകമാനം സുവിശേഷ ഘോഷണത്തിന് വാതിൽ തുറക്കപ്പെടാനും ഇത് കാരണമായി. പൗലോസ് പിന്നെയും കുറേ നാൾ കൂടി അവിടെ പാർത്തു എന്ന് എടുത്തു പറയാൻ ഇടയായത് ഗല്ലിയോന്റെ നിലപാട് മൂലമാണ്. അതാണ് വാക്യം 18-ൽ നമ്മൾ കാണുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല എന്ന് രാത്രി ദർശനത്തിലൂടെ കിട്ടിയ വാഗ്ദാനം നിറവേറപ്പെടാൻ ഗല്ലിയോനും റോമാ നിയമവും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു. ദൈവോദ്ദേശ നിവൃത്തിക്കായി ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരങ്ങൾ പലതാണ്. യഹൂദന്മാരുടെ സ്വാധീന വലയിൽ പെടാതെ റോമൻ നിയമത്തിൻ്റെ ഔന്നത്യം അവൻ നിലനിർത്തി. പൗലോസിൻ്റെ ജീവിത സാക്ഷ്യം ഗല്ലിയോനെ സ്വാധീനിച്ചിരിക്കാം എന്നതിൽ സംശയമില്ല. വില്യം ബാർക്ലെ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വാസിയാണ് മാർഗത്തിൻ്റെ പ്രതിവാദമില്ലാത്ത പ്രതിവാദം. സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം ഏത് എതിർപ്പിനെയും അതിജീവിക്കാനുള്ള മാർഗമാണ്. നാസീർ വ്രതം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പൗലോസ് ഉപയോഗിച്ചു എന്നതാണ് 18-ാം വാക്യം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള ഭാഗത്ത് നാസീർ വ്രതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ വിവരിക്കുന്നുണ്ട്. പ്രതിസന്ധികളിലോ താങ്ങാനാവാത്ത സാഹചര്യങ്ങളിലോ അനുഭവിച്ച അവാജ്യമായ ദൈവകൃപയെ സ്തോത്രം ചെയ്യാൻ ഏറ്റെടുക്കുന്ന വ്രതമാണ് നാസീർ വ്രതം. ഇത് ഒരു സമർപ്പണ വ്രതമായിരുന്നു. സ്വയമായോ അഭ്യുദയകാംക്ഷികൾ ആരെങ്കിലുമോ ആ നേർച്ച എടുക്കാറുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ആ നേർച്ച എടുത്തത് എന്ന് വ്യക്തമല്ല. തെസലോനിക്ക, ഫിലിപ്പിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അനുഭവമായ പ്രതികൂലതകളുടെ നേരത്ത് ഒരു പക്ഷെങ്കിൽ എടുത്തതാകാം. നാസീർ വ്രതകാലത്ത് വീഞ്ഞും മദ്യവും വർജിക്കണം. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. ക്ഷൗരക്കത്തി തലയിൽ തൊടരുത്. തലമുടി വളർത്തണം. വ്രതകാലത്ത് ശവത്തിൻ്റെ അടുക്കൽ പോകരുത്. വ്രതാനുഷ്ഠാനകാലം തികയുമ്പോൾ മുടി ക്ഷൗരം ചെയ്ത് യാഗപീഠത്തിൽ മറ്റ് യാഗവസ്തുക്കളോട് ചേർന്ന് ദഹിപ്പിക്കണം. ഇതായിരുന്നു സംഖ്യാപുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ. കർത്താവായ യേശുവിലൂടെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന പൗലോസ്
മതാനുഷ്ഠാനങ്ങൾ വെറും കർമ്മ ആചാരങ്ങളായി തള്ളിക്കളഞ്ഞില്ല. മത നേതാക്കന്മാരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല. യെരുശലേമിൽ ചെന്ന് പ്രവർത്തന വൃത്താന്തം അവരുമായി പങ്കുവച്ചു. മാനസാന്തരത്തോടെ കൂടുവിട്ട് സ്വതന്ത്രരാകുന്നതായിട്ടാണ് ഇന്ന് പല മാനസാന്തരക്കാരിലും കണ്ടുവരുന്നത്. ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ, മകനോ മകളോ, മറ്റൊരു ഉപദേശത്തിൻ്റെ കീഴിലായാൽ അപ്പനെയും അമ്മയെയും മുൻപ് സ്നേഹിച്ചിരുന്നത് പോലെ സ്നേഹിക്കുകയോ അവരോടുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായി എടുക്കുകയോ ചെയ്യാറില്ല എന്നത് ഇന്ന് കണ്ടുവരുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ അനുശാസിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തോടും കുടുംബത്തോടും സഹോദരങ്ങളോടും സ്നേഹിതരോടുമൊക്കെയുള്ള ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തുകയും ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുകയും ചെയ്യുന്നത് മാനസാന്തരത്തിന് ഒരിക്കലും ഒരു തടസ്സമാകില്ല. അങ്ങനെ ഒന്നും ചെയ്യാതെ മാനസാന്തരപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഭോഷത്വമാണ്, കാപട്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പൗലോസ് മാനസാന്തരപ്പെട്ട പുതിയൊരു അനുഭവത്തിലേക്ക് വന്നു എങ്കിലും മതാനുഷ്ഠാന പ്രകാരമുള്ള നാസിർ വ്രതമെടുക്കുകയും അങ്ങനെ തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞകൾ അത് നിർവഹിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ദൈവകൃപ ആവശ്യമുണ്ട്. അത് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. ദൈവം അതിനായി നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, പുതിയ പകലിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽപ്പാനുള്ള കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തോടും സഭയോടും കുടുംബത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് അലിവോടും സ്നേഹത്തോടും ഇടപെടുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അചഞ്ചലമായ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പുതിയ വർഷത്തെ വരവേൽപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും സംസർഗവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.